Hi friends, എല്ലാവർക്കും Sahaslife സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചൊരു സ്നാക്കാണ്. ഇത് ടീ ടൈം സ്നാക്കായോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയ എന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴവും അതുപോലെ കോഴിമുട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കണില്ല. നമ്മൾ ഇവിടെ 2 നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഈ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിന് ഞാൻ 1 ടീസ്പൂൺ നെയ്യിലാണ് വാട്ടിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ഇനിയിപ്പോൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഷുഗറിന് പകരം ശർക്കര ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പഴം അത്യാവശ്യം പഴുത്തതാണ്. സ്കിന്ന് അത്യാവശ്യം കറുത്ത സ്കിന്നാണ് ഇതിൻ്റെ. അപ്പോൾ നല്ല സ്കിൻ കറുത്ത പഴമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മധുരം തന്നെ പഞ്ചസാര തന്നെ ഒഴിവാക്കാം. ഇതിവിടെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ആ തവി ഉപയോഗിച്ചൊന്ന് തട്ടി കൊടുക്കണമെന്ന് നല്ലതായിരിക്കും. ഇനി അതിലേക്ക് 4 ഏലക്ക ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർക്കാവുന്നുള്ളൂ. ഇനി ഇത് പഴം സെറ്റായിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി ചൂടാറിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ എന്ന് പറയുമ്പോൾ 2 കോഴിമുട്ട വെച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഷുഗറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുന്നൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ദോശ ബാറ്റർ പോലെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിൽ ചേർത്ത് പാൻ ഒന്ന് തുടച്ചെടുക്കാം. ഇനി അതിലേക്ക് ഈ കോഴിമുട്ട ചേർത്ത് നല്ല തിന്നായിട്ടുള്ള ലെയറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ച് ഒഴിച്ചെടുത്ത് നന്നായി വട്ടനെ പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ കോഴിമുട്ടയുടെ പകരം നമുക്ക് ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാം, ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് മാവിനേക്കാളും മൈദയേക്കാളും ഒക്കെ ടേസ്റ്റാണ് ഈ കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇനി ആ ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ്സ് നമുക്ക് ഇതിന് നടുക്ക് വെച്ചിട്ട് കോഴിമുട്ടയുടെ 2 സൈഡും ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ നമ്മുടെ മക്കൾക്ക് സേവ് ചെയ്ത് കൊടുക്കാം. പിള്ളേർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം. ഇതൊരു കൈപ്പോള പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നേരത്തെ വെച്ച കോഴിമുട്ടയുടെ ബാറ്ററും അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബനാനയും കൂടി മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇത് വെച്ച് നമ്മൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ സംഭവം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഇതിലേക്ക് ചേർത്ത് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഒരു 5 മിനിറ്റോളം ഭയങ്കര ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതും ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. കാരണം ഉള്ളു നന്നായി വേവണം, കോഴിമുട്ടയല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ ഭയങ്കര ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതേ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.